നമസ്കാരം. സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. സാമൂഹ്യ ബോധമുള്ള പൗരന്മാരായി വിദ്യാർത്ഥികൾക്ക് വളർന്നു വരുവാൻ കഴിയണമെന്ന് പി സുമോദ് MLA. പാഠഭാഗങ്ങൾക്കപ്പുറത്തുള്ള അറിവുകൾ നേടിയാൽ മാത്രമേ നല്ല പൗരന്മാരായി വളർന്നു വരാൻ കഴിയുകയുള്ളൂ എന്നും പി സുമോദ്. സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ മഹിളാ മോർച്ചയ്ക്ക് കഴിയണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാവണമെന്നും C. കൃഷ്ണകുമാർ. വീട്ടിനുള്ളിൽ കഞ്ചാവ് സൂക്ഷിച്ചതിന് ഒരാൾ അറസ്റ്റിൽ. വടക്കഞ്ചേരി സ്വദേശി അബ്ദുൾ റഹ്മാനെയാണ് അറസ്റ്റ് ചെയ്തത്. അഗളി വനമേഖലയിൽ കണ്ടെത്തിയ 395 കഞ്ചാവ് ചെടികൾ നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സാമൂഹിക ബോധമുള്ള പൗരന്മാരായി വിദ്യാർത്ഥികൾക്ക് വളർന്നു വരാൻ കഴിയണമെന്ന് പി സുമോദ് MLA. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് ആലത്തൂർ സബ് ജില്ലാതല ഉദ്ഘാടനം അഞ്ചുമൂർത്തിമംഗലം ഗാന്ധി സ്മാരക UP സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 വർഷക്കാലം അതിൻ്റെ ഭാഗമായി ഇരിക്കാൻ അവസരം കിട്ടി. തീർച്ചയായും 5 വർഷം കൂടുമ്പോൾ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുണ്ടാകും. അപ്പോൾ ആ നിലയിൽ ഞാനൊരു പ്രത്യേക ഇങ്ങനെ ഒരുപാട് അറിവുകളുണ്ട്. നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള നമ്മുടെ ഈ ലോകത്ത്, രാജ്യത്ത്, നമ്മുടെ ഇടയിൽ, കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന അറിവുകളെ സംബന്ധിച്ച് നല്ല അറിവും അതോടൊപ്പം തന്നെ ആഴത്തിലും പരപ്പിലുമുള്ള വായനയും അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാനുമുള്ള കഴിവുകൾ തീർച്ചയായും വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായാൽ ആത്യന്തികമായി ഒരു വിദ്യാർത്ഥി ഭാവിയിൽ നേടേണ്ട ജീവിത വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പാഠഭാഗങ്ങൾക്കപ്പുറത്തുള്ള അറിവുകൾ നേടിയാൽ മാത്രമേ നല്ല പൗരന്മാരായി വളർന്നു വരാൻ കഴിയുകയുള്ളൂ എന്നും പി സുമോദ് പറഞ്ഞു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ T. കണ്ണൻ അധ്യക്ഷനായി. വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ്, KSTA സബ് ജില്ലാ സെക്രട്ടറി R. പ്രശാന്ത്, സ്കൂൾ പ്രധാനാധ്യാപിക PU ബിന്ദു, ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ K. വാസുദേവൻ പിള്ള, TV ശിവദാസ്, G. അലോഷ്യസ് എന്നിവർ സംസാരിച്ചു. സമാപന പരിപാടി KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് പുതിയ തലമുറയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളെ എത്തിക്കുക എന്ന കാഴ്ചപ്പാടാണ് ഇത്തരം ഉത്സവ വേദികളെ സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇത് സാങ്കേതികാർത്ഥത്തിൽ മത്സരവേദി എന്നെല്ലാം പറയുമെങ്കിൽ പോലും ഇതൊരു അറിവിൻ്റെ ഉത്സവ വേദിയാണ് എന്നതുകൊണ്ടാണ് ഈ വേദിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും മാതൃപൂർവ്വം കാണുന്നത് എല്ലാവർക്കും സമ്മാനം. KSTA ജില്ലാ നിർവാഹക സമിതി അംഗം K. ജഗദീഷ് അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗം C. തമ്പു, KSTA ജില്ലാ കമ്മിറ്റി അംഗം K. ദിനിൽകുമാർ, K. കുമാരൻ, A. ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള മത്സരത്തിന് പുറമെ രക്ഷിതാക്കൾക്കും പ്രത്യേക മത്സരം സംഘടിപ്പിച്ചിരുന്നു. സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ മഹിളാ മോർച്ചയ്ക്ക് കഴിയണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. മഹിളാ മോർച്ച അംഗത്വ ക്യാമ്പയിനും ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ ഒരേ സമയത്ത് മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തി ജനസംഘത്തിന്റെ കാലം മുതൽ നമ്മൾ നമ്മുടെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു വാക്കിൽ നമുക്ക് എല്ലാവരും ഉത്തരം പറയാൻ കഴിയും. ഭാരതീയ ജനതാ പാർട്ടി 2014 നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനോട് കൂടിയിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് പറയാറുണ്ട് പാർട്ടി വിട്ട് ഡിഫറൻസ്. അതിൻ്റെ പ്രവർത്തന ശൈലി, ദൈനംദിന പ്രവർത്തനം, അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലായാലും ശരി, നമ്മുടെ മറ്റ് സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലായാലും ശരി, ഏറ്റവും പുതിയ ആധുനികമായിട്ടുള്ള ടെക്നോളജികൾ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രചരണ രംഗത്തും എല്ലാം കൊണ്ടുവരുന്ന കാര്യത്തിലായാലും ശരി ഭാരതീയ ജനതാ പാർട്ടി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാ കാലത്തും മാറുന്നുണ്ട്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാവണമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. അഡ്വക്കേറ്റ് നിവേദിത അധ്യക്ഷയായി. സ്മിത മേനോൻ, നിഷ B. രാജു, സിനി മനോജ്, അഡ്വക്കേറ്റ് രൂപ, സത്യഭാമ എന്നിവർ സംസാരിച്ചു. വീട്ടിനുള്ളിൽ കഞ്ചാവ് സൂക്ഷിച്ചതിന് ഒരാൾ അറസ്റ്റിൽ. വടക്കഞ്ചേരി സ്വദേശി അബ്ദുൾ റഹ്മാനെയാണ് വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. വടക്കഞ്ചേരി സ്വദേശിയായ 37 വയസ്സുള്ള അബ്ദുൾ റഹ്മാനാണ് അറസ്റ്റിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം 1 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയിരുന്നു.
തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ, വടക്കഞ്ചേരി CI KP ബെന്നി, SI ജിഷ്മോൻ വർഗീസ്, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ കൃഷ്ണദാസ്, റീനു മോഹൻ, ഡാൻസ് ഓഫ് അംഗങ്ങളായ ബ്ലസൻ ജോസ്, ഷിബു ബാലൻ, ലൈജു, ദേവദാസ്, റിയാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. അഗളി വനമേഖലയിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. അട്ടപ്പാടി ട്രൈബൽ താലൂക്കിൽ പുതൂർ വില്ലേജിൽ എടവാണി ഊരിൽ നിന്നും 3.5 കിലോമീറ്റർ അകലെയാണ് 395 കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 123 തടങ്ങളിലായി 4 മുതൽ 7 മാസം വരെ പ്രായമുള്ള 7 മുതൽ 10 അടിയോളം ഉയരമുള്ള കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. 10 ലക്ഷത്തോളം രൂപയുടെ കഞ്ചാവുകളാണ് പിടികൂടിയത്. കഴിഞ്ഞ 1 മാസത്തോളമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തിൽ ആരെയും പിടികൂടിയിട്ടില്ല. എക്സൈസ് ഇൻസ്പെക്ടർ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മറ്റു വാർത്തകളിലേക്ക്. നവോത്ഥാന നായകനായ അയ്യങ്കാളിയുടെ ജന്മദിനം ആചരിച്ചു. NAPM ദേശീയ സെക്രട്ടറി വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വി പത്മമോഹൻ അധ്യക്ഷനായി. കൃഷ്ണകുമാർ, ശിവരാജൻ, C ഹരി, വി ദണ്ഡപാണി, ശിവദാസ്, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വള്ളിയോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ അയ്യങ്കാളിയുടെ ജന്മദിനം ആഘോഷിച്ചു. വള്ളിയോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ അയ്യങ്കാളിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 28 വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് VV വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി MK മോഹൻകുമാർ മാസ്റ്റർ, ട്രഷറർ K ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പ്രിൻസിപ്പാൾ K മായ, മോളി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. മൂലങ്കോട് ജനകീയ വായനശാല ആൻഡ് കലാസമിതിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ദിനവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ BC മോഹനൻ മാസ്റ്റർ പുസ്തക പ്രകാശനം ചെയ്തുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ചിന്തയിൽ യൂസഫ് അലിയുടെ ജീവിത ഉപജീവന മാർഗം ഒന്നായി മാറുന്നത് എവിടെയാണ്? അതുകൊണ്ട് അന്വേഷിച്ചപ്പോഴാണ് യൂസഫ് അലി ആക്രി കച്ചവടത്തിൻ്റെ ഭാവിയിൽ വലിയ രാജാവാകേണ്ട ആളാണ്. അപ്പോൾ ഞാൻ ലുലു യൂസഫ് അലിയുമായിട്ട് സ്മരണയിൽ ചേർത്ത് വെച്ചത് നല്ല രീതിയിൽ പര്യവസാനിക്കട്ടെ, കാലം യൂസഫ് അലിക്ക് അങ്ങനെയൊരു ബിസിനസ് പട്ടമുണ്ട്. ചീരക്കുഴിയിലെ CA യൂസഫ് അലി എഴുതിയ സേതു എന്ന നോവലാണ് കിഴക്കഞ്ചേരി പഞ്ചായത്ത് ലൈബ്രറി സമിതി കൺവീനർ വിജയന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ K മോഹൻദാസ് അധ്യക്ഷനായി. U അഷറഫ്, AT തമ്പു എന്നിവർ സംസാരിച്ചു. ബ്രഹ്മശ്രീ PMG നമ്പൂതിരി പൈതൃക ജ്ഞാന വിജ്ഞാന പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ധാരാസൗരം സാഹിത്യ അവാർഡിന് ജോർജ് ദാസിൻ്റെ യാക്കോബിൻ്റെ പുസ്തകം കൃതി അർഹമായി. 1001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് പാലക്കാട് പ്രസ് ക്ലബ്ബിൽ പഠനകേന്ദ്രം ഡയറക്ടർ ഡോക്ടർ നാരായണൻ നമ്പൂതിരി ജോർജ് ദാസിന് സമ്മാനിച്ചു. പഠനകേന്ദ്രം പ്രവർത്തകരായ TSS ഭട്ടതിരിപ്പാട്, ചന്ദ്രൻ നമ്പൂതിരിപ്പാട്, സിന്ധുകുമാർ, G കൃഷ്ണൻ, മാനമ്പള്ളി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഈ പുസ്തകത്തെ പ്രധാനമായിട്ട് കരുതിക്കൊണ്ട് അടിസ്ഥാനമാക്കിക്കൊണ്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് ചെറിയ ഈ അവാർഡ് നമ്മൾ സമ്മാനിക്കുന്നത്. അപ്പോൾ ജോർജേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാണ് ആദരിക്കപ്പെടുന്നത്, ജോർജേട്ടനല്ല, ഞങ്ങളാണ് ഇതിലൂടെ ആദരിക്കപ്പെടുന്നത് ഞങ്ങൾക്കറിയാം. എങ്കിൽ പോലും ഒരു സമന്വയത്തിന്റെ വസന്തമാണ് അദ്ദേഹത്തിന്റെ എഴുത്ത്. പ്രത്യേകിച്ച് ഈ ഒരു കൃതി നമ്മൾ ഈ പൗരസ്ത്യം എന്ന് വിളിക്കുന്ന ഒരു ദേശത്തിന്റെ മൊത്തം കാഴ്ചപ്പാടുകളെ, അതിൻ്റെ ദർശന പദ്ധതികളെ, കിഴക്കിൻ്റെ വെളിച്ചങ്ങളെ ഒക്കെ തന്നെ ഉൾക്കൊള്ളാനും വലിയൊരു ക്യാൻവാസിൽ വെച്ച് മനുഷ്യന്റെ പരിണാമത്തെ പരിശോധിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അനുബന്ധ പഠനത്തിൽ അക്കാര്യം ഈ നോവൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യ ബോധമുള്ള പൗരന്മാരായി വിദ്യാർത്ഥികൾക്ക് വളർന്നു വരുവാൻ കഴിയണമെന്ന് PP സുമോദ് MLA. പാഠഭാഗങ്ങൾക്കപ്പുറത്തുള്ള അറിവുകൾ നേടിയാൽ മാത്രമേ നല്ല പൗരന്മാരായി വളർന്നു വരാൻ കഴിയുകയുള്ളൂ എന്നും PP സുമോദ്. സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ മഹിളാ മോർച്ചയ്ക്ക് കഴിയണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാവണമെന്നും C കൃഷ്ണകുമാർ. വീട്ടിനുള്ളിൽ കഞ്ചാവ് സൂക്ഷിച്ചതിന് ഒരാൾ അറസ്റ്റിൽ. വടക്കഞ്ചേരി സ്വദേശി അബ്ദുൾ റഹ്മാനെയാണ് അറസ്റ്റ് ചെയ്തത്. അഗളി വനമേഖലയിൽ കണ്ടെത്തിയ 395 കഞ്ചാവ് ചെടികൾ നശിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.